അപ്പൊ നമ്മളിവിടെ മുന്തിരിത്തോട്ടത്തിന്റെ അവിടെ വന്ന് നിൽക്കുന്നത് MSR വൈൻയാർഡ് ജെനിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ മുന്തിരിത്തോട്ടങ്ങൾ കാണാം. ഇത് ചുമക്കാവേണ്ടതാണ്, പക്ഷെ അതിന്റെ ഇളം പ്രായമാണത്. അത് ശരിക്കും പാകമായിട്ടില്ല, കുറച്ചും കൂടി കഴിയുമായിരിക്കും. ഇവിടെ മുഴുവൻ ഏകദേശം ആ പാകത്തിലുള്ളതാണ്. ഇനി പഴുത്തത് ഉണ്ടോന്ന് അറിയില്ല, നോക്കാം. സൈഡിൽ ഇഷ്ടം പോലെ കാണാം. ക്ലോസ് ആയി നോക്കിയാൽ പഴുത്ത് വരുന്ന മുന്തിരി നമുക്ക് ഇത് കാണാം. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ട് ഇവിടെ. പഴുത്ത് വരുന്ന മുന്തിരിക്കും ഇവിടെ പഴുത്തതും ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ മുന്തിരി ഇങ്ങനെ കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. വെയിലത്ത് നടന്നു വന്നെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വന്നെങ്കിൽ ഇപ്പൊ ഭയങ്കര തണലാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വൈനും പിന്നെ മുന്തിരിയുടെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിയാലും ഫുള്ള് മുന്തിരിയാണ്. മുന്തിരി പക്ഷെ പറിക്കാൻ പാടില്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഡോൺ പ്ലക്ക് ഗ്രേപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ള് വൈനും ഒക്കെയാണ്, ജ്യൂസൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് കുറച്ച് മുന്തിരി നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? നമ്മളപ്പോൾ ഒരു കുപ്പി ജ്യൂസ് മേടിച്ചു. 110 എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണത്. മുന്തിരിക്കല്ല ഇവര് മുന്തിരി സെയിൽസിനിട്ടുണ്ട്. ചെറിയ മുന്തിരി എങ്ങനെയാ വില? 100 രൂപ 1 കിലോ. വാങ്ങിനൊക്കെ എത്ര വരുന്നത്? 350, 300, 350. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണ തന്നെ? ഇത് സീഡ്ലെസ് ആണോ? സീഡാണ്. നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബ്ലോക്ക് ചെയ്തൊക്കെയാണ്, പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഫുള്ള് മുന്തിരിപ്പാടാണ്. ഫുള്ള് മുന്തിരി. ഞാൻ എൻ്റെ തലയിൽ നിൽക്കുന്ന മുട്ടി മുന്തിരി നിൽക്കുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട്. എത്ര ഏക്കർ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല കുറച്ച് നാൾ പഴക്കമുള്ള ചെടികളായിട്ടൊക്കെ തോന്നുന്നത്. ഇതിന്റെ വേരും ഇതും കണ്ടിട്ട് ഇങ്ങനെ പടർന്ന് അങ്ങനെ എടുക്കാണ്. കുറേ പേര് ഇങ്ങനെ വന്ന് ടൂറിസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നുണ്ട്. അവിടെ ഇരിക്കാനോ ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വൈൻ മേടിക്കാം. ഇവിടുത്തെ പ്രോഡക്ട്സ് തന്നെയാണ് അതെല്ലാം. ഇതെപ്പോഴായി ശരിക്കും ഇത് പറക്കുക? മാർച്ച്. അപ്പൊ ഇതിന് നനയ്ക്കലൊന്നും വേണ്ട, വെള്ളമൊന്നും വേണ്ട ഇതിന്? അപ്പൊ ഇത് പോകുന്നു. ഇത് 31 ഏക്കർ അല്ലേ? ഇവിടെ മുന്തിരി അടുത്തുനിന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് മുന്തിരി പറക്കരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്. ഒരു ചേട്ടൻ നോക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, മുന്തിരി പറക്കുന്നുണ്ടോന്നൊക്കെ. കുറെ പേരുണ്ട് ഇവിടെ. നമ്മളൊരു സൈഡിൽ നമ്മൾ പഴുത്തതും ഒക്കെ കണ്ടു. ഇവിടെ നമുക്ക് പച്ചയാണ് ആയി വരുന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള പച്ചക്കായകൾ മാത്രമേ കാണുന്നത്. പഴുത്ത് ആ ഒരു പരുവത്തിലെത്തണം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും
ഇളം പ്രായം ജസ്റ്റ് ഇങ്ങനെ കൊലകൾ വന്നിട്ടുള്ളൂ. കായ പോലും എവിഡൻ്റ് ആയിട്ട് ആയി തുടങ്ങിയിട്ടില്ല.